ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഉമറേ, ഞങ്ങൾക്കൊരു പരാതി നിങ്ങളോട് ബോധിപ്പിക്കാനുണ്ട്. ഉമറേ, ഒരു പരാതി നിങ്ങളോട് പറയാനുണ്ട്. പരാതി മറ്റൊന്നുമല്ല, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾ പറയുന്ന ഇസ്ലാമിക വിഷയങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ചിലർക്ക് അതങ്ങോട്ട് ഒരു ബുദ്ധിമുട്ട്. നമസ്കരിക്കാൻ പറയുമ്പോ, നോമ്പ് പിടിക്കാൻ പറയുമ്പോ, ദീനിന്റെ പല വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർക്കൊരു മടുപ്പ്, ഒരു പുറകോട്ടൊരു വലിച്ചിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി അവരെ അടിക്കാനുള്ള ഒരു അനുമതി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ റാഹത്തായി. ഞങ്ങൾക്ക് അതാണ് ആവശ്യം. എന്ത് വേണം? അടി കൊടുക്കണം. ഇത് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടമാണ്. പെണ്ണിനെ തൊടാൻ പാടില്ല, കണ്ണുരുട്ടാൻ പോലും പാടില്ല എന്ന നിയമമായിരുന്നു ആദ്യ കാലഘട്ടം. ആ നിയമം ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഉസ്താദെ റാഹത്തായ നിലയിൽ ഞങ്ങൾ കഴിഞ്ഞു പോയാൽ. ആ നിയമം പിന്നെ എപ്പോഴാണ് മാറി മറിഞ്ഞത്? അതാണ് പഠിക്കാൻ പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു കൂട്ടം ആളുകൾ വന്ന് ഈ പരാതിപ്പെട്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു എന്നാണ്. ഫതബസ്സമ ഉമർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു. മഹാനവർ പറഞ്ഞു, ശരി. അപ്പൊ അവിടം വരെയൊക്കെ എത്തി. നിങ്ങളുടെ ഈ ആവശ്യം എന്റെയും കൂടി ആവശ്യമാണ്. ആരെങ്കിലും 10 പേര് വന്ന് എന്നോട് വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത്. സത്യത്തിൽ എനിക്കും ഈ ആവശ്യം അനിവാര്യമാണ്. അഥവാ എന്റെ വീട്ടുകാർ ഞാൻ പറയുന്ന ചില വിഷയങ്ങളൊന്നും അങ്ങോട്ട് അനുസരിക്കുന്നില്ല. ചില മുറിവുറുപ്പൊക്കെ ആയിട്ട് അവരിങ്ങനെ മാറി നിൽക്കും. അപ്പൊ എനിക്കും ഒന്ന് തോന്നും മനസ്സിലൊന്ന് അടിച്ചാലോ. പക്ഷെ അള്ളാഹും അവന്റെ റസൂല് നിരോധിച്ച വസ്തുതയല്ലേ. അതുകൊണ്ട് അത് വേണ്ട എന്ന നിലയ്ക്ക് ഞാൻ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. എന്തായാലും നിങ്ങളുടെ ആവശ്യം ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞ് അടിക്കാനുള്ള അനുമതിയുമായിട്ട് ഞാൻ തിരിച്ചു വരുവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ എന്താ ചെയ്യണമെന്നറിയോ? വേഗം തന്നെ പോയി വടിയൊക്കെ റെഡിയാക്കി ശരിയാക്കി നിൽക്കണം. കാരണം ഞാൻ പോകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത ഉണ്ടെന്ന്. ഉമർ ഒരു വഴിക്കിറങ്ങിയാൽ ആ വഴിക്ക് പോയാൽ കാര്യം നടത്തിയിട്ടില്ല, അത് തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് അടിക്കാനുള്ള അനുമതി വാങ്ങിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിന്ന് ഞാൻ തിരിച്ചു വരികയുള്ളൂ. വന്നു കഴിഞ്ഞ് പിന്നെ വടിയന്വേഷികൾ സമയമൊന്നും കളയണ്ട, ഇപ്പൊ തന്നെ വടിയൊക്കെ വെട്ടി റെഡിയാക്കി നേരെ പോയി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ട് ചോദിക്കുകയാണ്, മാലക യാ ഉമറോ, മാലക യാ ഉമറോ, ഉമറേ ഉമറേ, എന്ത് പറ്റി ഉമറേ, എന്ത് പറ്റി ഉമറേ, എന്താവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നീ വന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ പറഞ്ഞു അത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞാൻ വന്നിരിക്കുന്നത് ഒരാളാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമായിട്ടാണ് അവിടുത്തെ തിരുസവിധത്തിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഉമറേ, എന്താവശ്യമാണ്, എന്താവശ്യമാണ്? ഹബീബായ നബി തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് ഞങ്ങൾ പറയുന്ന ഇസ്ലാമികമാകുന്ന വിഷയങ്ങൾ പരിപൂർണമായി അനുസരണ വർത്തിക്കുന്നില്ല നബിയെ. അവരെ ഒന്ന് അടിക്കാനുള്ള അനുമതി അള്ളാഹുവിന്റെ തിരുചാരത്തിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്കൊന്ന് വാങ്ങിത്തരണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലാ യാ ഉമറോ, ഇല്ല ഉമറേ, ഇല്ല ഉമറേ, അടിക്കാനുള്ള അനുമതി പാവപ്പെട്ടതാകുന്ന സഹോദരിമാര് ഭാര്യമാര് അടിക്കാനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല ഉമറേ, നൽകിയിട്ടില്ല ഉമറേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല, ആ സ്ഥലത്ത് നിന്ന് പോകുന്നില്ല. ഏതൊരു സ്ഥലത്താണോ നിന്നത് അതേ സ്ഥലത്ത് തന്നെ നൃത്തം തുടരുകയാണ്.
വരികയാണ്. ഹബീബായ നബി തങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് വീണ്ടും സുന്നത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതേ സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. ഫസകതൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ അല്പനേരം മൗനം അവലംബിക്കുകയാണ്. ഫനസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ ചിറകടിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അഴീക്കോട് ചട്ടിയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മമാരെ പഠിച്ചു വെക്കണേ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചതായ യുവാക്കളെ ശ്രദ്ധിക്കണേ. നിന്റെ കാത് മുളച്ചു മുതൽ ഒരുപക്ഷെ ഈ പ്രഭാഷണത്തിൽ ഓതുന്ന ആയത്ത് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നീ ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. ഒരൊറ്റ ആയത്ത് ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വയത് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് സൂറത്തുൻ നിസായിൽ ആയത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം ഫസ്സാലിഹാതു ഖാനിതാത് حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا إن الله كان عليكم رقيبا. ഈ ആയത്തങ്ങോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഓതിക്കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അബ്ശിർ യാ ഉമർ, ഉമർ നീ സന്തോഷിക്കുക. നിന്റെ വിഷയത്തിൽ ഒരു സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്. കാരണം നിന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു. നിന്റെയും നിന്റെ കൂട്ടുകാരുടെയും ഇംഗിതം അല്ലാഹു നിറവേറ്റി. മറ്റൊന്നുമല്ല, മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള ഭാര്യമാരെ അടിക്കൽ വിശുദ്ധ ഇസ്ലാം നിയമമാക്കിയിരിക്കുകയാണ്. എന്താണ്? ഒന്നുകൂടെ ശ്രദ്ധിക്ക്. മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ള സഹോദരിമാരെ അടിക്കൽ ഇസ്ലാം അനുവദിച്ചിരിക്കുകയാണ്. പക്ഷേ അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട്. ഹബീബ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. അടിയെന്ന് കേട്ടപ്പോൾ മൂപ്പർ ഒറ്റ ഓടി നേരെ ഓടിപ്പോയി കൂട്ടുകാരോട് പറഞ്ഞു, അടിക്കടാന്ന് പറഞ്ഞു. ശരിക്കടിച്ച് തച്ചോളാ, അല്ല കീറിക്കോളാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, പറയേണ്ട താമസം. ഒരു വടിയൊക്കെ വെട്ടി റെഡിയാക്കി നിൽക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് പോയതല്ലേ. നേരെ പോയി എല്ലാവരും നല്ല അടിയടിച്ചു. ആരെ? മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ളതാകുന്ന സഹോദരിമാരെ നല്ലതുപോലെ അങ്ങ് അടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതൊരു നിയ്യത്ത് വെച്ച് ആ കാര്യം കൊണ്ട് പറഞ്ഞിട്ട് അതിനു മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് പറയുന്നത് കേൾക്കുന്നത് മുമ്പ് ഓടിക്കള. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നേരെ ചെന്നു കൂട്ടുകാരോട് പറഞ്ഞു. കൂട്ടുകാര് എല്ലാവരും നല്ലതുപോലെ അവരുടെ ഭാര്യമാരെ അടിച്ചു. നേരം വെളുത്തു സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് സ്ത്രീകളുടെ വല്ലാത്തൊരു നിര വന്നിരിക്കുക. സുബഹി നമസ്കാരം കഴിഞ്ഞു. സ്ത്രീകളുടെ ചെരുപ്പടി ശബ്ദമാണ്. എന്ത് ചോദിച്ചു? നബി തങ്ങൾ ചോദിച്ചു, എന്താ കാര്യം? സ്ത്രീകൾ പറഞ്ഞു, നബി അവിടുന്ന് അനുവാദം കൊടുത്തിട്ടാന്ന് പറഞ്ഞു. വല്ലാത്ത പണിയായി പോയി. ഞങ്ങളുടെ കൈയനക്കാൻ മേല, ഞങ്ങളുടെ കാലനക്കാൻ മേല,
തോളനെ കമ്മല. ഒട്ടകത്തിന്റെ പാലും ഒട്ടകത്തിന്റെ ഇറച്ചിയൊക്കെ കഴിച്ചിട്ടുള്ള ആളുകളല്ലേ. അവരുടെ അടിയുടെ ഊക്കും അടിയുടെ ആഘാതവും ഒക്കെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല അടി കിട്ടിയിട്ടുണ്ട്. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അങ്ങ് ചുവന്നു തുടുത്തു ദേഷ്യത്താൽ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞ വിഷയം പരിപൂർണമായിട്ട് കേട്ടില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേട്ടിട്ടില്ലേ? എന്തു പറ്റി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ചോദിച്ചു, അയിന ഉമർ, ഉമർ എവിടെ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ്, അയിന ഉമറു, അയിന ഉമറു, ഉമർ എവിടെ സാബത്തെ, ഉമർ എവിടെ സാബത്തെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ പള്ളിയുടെ പുറത്ത് ചെരുപ്പ് തെരഞ്ഞുകൊണ്ട് എനിക്കൊന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ അടുക്കൽ ഒരു കൂട്ടം അനുയായികൾ കടന്നു വന്നിട്ട് പറയുകയാണ്, ഉമറേ കാര്യം കലുഷിതമായിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരതാ ഓടുകയാണ്. ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു അത്രേ, അഫ്വൻ യാ റസൂലല്ലാഹ് ലബ്ബൈക യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ ഞാനിതാ അവിടുത്തേക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു നബിയേ. എന്തെങ്കിലും അപരാധം എന്നിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ നബിയേ, പൊരുത്തപ്പെടണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഉടനെ ചോദിച്ചു അത്രേ, അല്ലേ ഉമറേ അടിക്കുന്നതിന് മുമ്പ് ചില നിബന്ധനകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ വല്ലാഹി മാ സമയതു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ കേട്ടിട്ടില്ല, ഞാൻ അത് കേട്ടിരുന്നില്ല. വല്ലാഹി മാ സമയതുഹാ, സത്യം ഞാനത് കേട്ടിട്ടില്ല നബിയേ, ഞാനത് കേട്ടിട്ടില്ല കേട്ടോ. ശരിയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിക്കാന്ന് പറഞ്ഞപ്പോഴേ ഓടിക്കളഞ്ഞു. അതിനു മുമ്പ് ചില നിബന്ധനകളുണ്ട് എന്ന് കേട്ടിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവിടെ വെച്ച ആയത്തും കൊണ്ട് ഓതിക്കൊടുക്കാൻ. അവിടെ വെച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്കിറങ്ങിയതാകുന്ന വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുക്കുന്നത്. ഏതാണ്? സൂറത്തു നിസാ, അൻ-നിസാ എന്ന് പറഞ്ഞു തന്നെ ഒരു സൂക്തം പരിശുദ്ധ ഖുർആൻ. എന്താണ് സൂറത്തിന്റെ അർത്ഥം? സ്ത്രീകൾ എന്നാണ് അതിന്റെ അർത്ഥം. അൻ-നിസാ, സ്ത്രീകൾ. ചിന്തിച്ചു നോക്ക്, വളരെ ചിന്തിക്കേണ്ട അധ്യാപനമാണ് ഈ പറയുന്നത്. വളരെയേറെ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിൽ 114 സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളിൽ എവിടെയും തന്നെ അരിജാൽ, പുരുഷന്മാരെന്ന് പറഞ്ഞ ഒരു സൂക്തം കാണാൻ പറ്റൂല. എന്നാൽ സ്ത്രീകളെ കുറിച്ച് മാത്രമായി ഒരു അധ്യായം തന്നെ അൻ-നിസാ, സ്ത്രീകൾ എന്ന് പറഞ്ഞ ഒരു അധ്യായം. എന്തിനാണിത്? ഇത് പഠിക്കേണ്ടതാണ്. ഈ സൂക്തം മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല ഇങ്ങനെ ഒരു സൂക്തം ഉണ്ട് എന്ന് മുസ്ലിം സഹോദരിമാർ അറിയേണ്ടതാണ്. അവരുടെ അവകാശങ്ങളെ പറ്റി, അവരെ എങ്ങനെ പരിലാളിക്കണം, അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം, അവരെ എങ്ങനെ സംരക്ഷിക്കണം, ഒരു ഭർത്താവ് അവളോട് എങ്ങനെ പെരുമാറണം, ഒരു വാപ്പ അവളോട് എങ്ങനെ പെരുമാറണം, ഒരു കുടുംബം അവളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, ഒരു പെണ്ണിനോട് ഏത് രീതിയിലാണ് വർത്തിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഈ സൂക്തത്തിലൂടെ വ്യക്തമാക്കുകയാണ്. എന്നിട്ടും സ്ത്രീകൾ ചാനലുകൾ കയറി തലയിൽ തട്ടമിട്ടതാകുന്ന സഹോദരിമാര് പരിശുദ്ധരാകുന്ന ഉലമാക്കൾക്കെതിരെ, പണ്ഡിതന്മാർക്കെതിരെ ഘോരഘോരം ശബ്ദിക്കുകയാണ്. അവർ പരിശുദ്ധരാകുന്ന ഉലമാക്കളല്ല, പണ്ഡിതന്മാരല്ല. സമസ്തയുടെ ഉലമാക്കൾ പണ്ഡിതന്മാരവർ പണ്ഡിതന്മാരല്ല. അവർ ഞങ്ങൾക്ക് അവകാശങ്ങൾ നൽകുന്നില്ല, അവകാശങ്ങൾ മുഴുവൻ ധ്വംസിക്കുകയാണ്, ഞങ്ങളെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടുകയാണ്, വീടിന്റെ അകത്തലങ്ങളിൽ കഞ്ഞിയും പയറും വെക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്, പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങരുത് എന്ന് ശാഠ്യം പിടിക്കുന്നവരാണ്. പരിശുദ്ധമാക്കപ്പെട്ട ശരീഅത്തുൽ ഇസ്ലാം എന്ന് വാദിക്കുന്ന സഹോദരിമാർ നമുക്കിടയിലുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ദീൻ പഠിക്കണ്ടേ, പരിശുദ്ധ ഖുർആൻ പഠിക്കണ്ടേ? വിശുദ്ധ ഖുർആനിലെ അധ്യാപനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു. സൂറത്തുൻ നിസാ, സ്ത്രീകൾ പഠിക്കണം. ഖുർആൻ വീടിന്റെ അകത്ത് ടിവിയുടെ മുകളിൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇരുന്ന് അമ്മായിയമ്മയും മക്കളും ഇരുന്നിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന പോരാ, റിയാലിറ്റി ഷോകൾ കണ്ടിരുന്ന പോരാ. ആ ഖുർആൻ കൈകൊണ്ടെടുത്തിട്ട് റജബ് മാസം, പുണ്യമാക്കപ്പെട്ട മാസം റമളാൻ വരുന്നു, ആ റമളാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഖുർആൻ കയ്യിലെടുത്ത് തുറന്നു വെച്ച് ഓതണം, ഖുർആൻ ഓതണം, ഖുർആൻ പഠിക്കണം. അതിന്റെ മജ്ലിസിലേക്ക് നമ്മൾ വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ സൂറത്തുൻ നിസായിൽ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن فإن أطعنكم فلا تبغوا عليهن سبيلا إن الله كان عليكم رقيبا. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലോകരെ പഠിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലേ, വിവാഹം കഴിഞ്ഞതാകുന്ന ചെറുപ്പക്കാരെ, വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന യുവാക്കളെ, പഠിച്ചു വെക്കണേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രിയപ്പെട്ട സഖികൾ നിങ്ങളോട് ഇണക്കമില്ലാതെ പിണക്കത്തിലായിട്ട് അവരുടെ ജീവിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? അവരെ നിങ്ങളെ ത്വലാഖിലേക്ക് എടുത്ത് ചാടരുത്. ആ പാവപ്പെട്ട സഹോദരിയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ പറഞ്ഞേക്കരുതേ. ആ പാവപ്പെട്ട പെണ്ണിനോട് വർത്തിക്കേണ്ട രീതി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ കലാമാണ് ഓതുന്നത്. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, അഴീക്കോടുള്ള മുഴുവൻ യുവാക്കളും സാഗൂതം ശ്രദ്ധ ചെലുത്തണേ. واللاتي تخافون نشوزهن فعظوهن. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭർത്താക്കന്മാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അല്ലേ, വിവാഹം ജീവിതം നയിക്കുന്നതായ ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ച് കഴിഞ്ഞാൽ, ദീനിന്റെ വിഷയങ്ങൾ അവർ മാറി നിന്ന് കഴിഞ്ഞാൽ, നമസ്കാരമില്ലാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, നോമ്പ് കൃത്യമായി പിടിക്കാത്ത പെണ്ണായിരിക്കും നിന്റെ വീട്ടിലേക്ക് വരുമ്പോ, നീ പറയുന്ന പല വിഷയങ്ങളും ദീനിന്റെ വിഷയങ്ങൾ അനുസരണ വർത്തിക്കാത്തവളായിരിക്കും. ആ പാവപ്പെട്ട പെണ്ണിനെ ആദ്യമായി നീ അടിക്കരുതേ, ആദ്യമായി നീ ശകാരിക്കരുതേ, ആദ്യമായി അവളോട് നീ വഴക്കടിക്കരുതേ, ആ പാവപ്പെട്ട പെണ്ണിന്റെ കരണത്തടിക്കരുതേ, അവളുടെ മുഖത്ത് നീ അടിക്കരുതേ, അവളുടെ കുടുംബക്കാരെ നീ ചീത്ത വിളിക്കരുതേ, അവളെയും നീ ചീത്ത വിളിക്കരുതേ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഇത് പഠിക്കണേ മുസ്ലിമേ. ഇത് പഠിച്ചെങ്കിൽ മാത്രം നിന്റെ കുടുംബ ജീവിതം റാഹത്താകുകയുള്ളൂ, നിന്റെ കുടുംബ ജീവിതം നന്നാവുകയുള്ളൂ. ഇത് പഠിക്കാതെ പോകുന്നത് കൊണ്ടാണ് ഇന്നത്തെ മക്കൾ മോശപ്പെട്ട തലത്തിലേക്ക് പോകുന്നത്. വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ബ്ലൂ ഫിലിം കണ്ടിട്ട്, പാശ്ചാത്യ രംഗങ്ങളിലെ ദിക്റുകൾ കണ്ടിട്ട് അതനുസൃതമായി ജീവിക്കലല്ല. അതിനുവേണ്ടി പാവപ്പെട്ട പെൺകുട്ടികൾ നിർബന്ധിക്കുമ്പോ തട്ടമിട്ടതാകുന്ന സഹോദരി, ദീനീബോധമുള്ളതാകുന്ന പാവപ്പെട്ട സഹോദരി, അവൾ ദീനുള്ള കുടുംബത്തിൽ ജനിച്ചവളാണ്, നല്ല തറവാട്ടിൽ ജനിച്ചവളാണ്. നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് മോശപ്പെട്ടതാകുന്ന രതിക്കരടയ്ക്ക് വേണ്ടി നിർബന്ധിക്കുമ്പോ ആ പെണ്ണൊരു പക്ഷേ താല്പര്യമില്ലാതെ മാറി നിന്നേക്കാം. മോശപ്പെട്ട പാശ്ചാത്യ ശൈലികൾ അവലംബിക്കുന്ന സമയത്ത് ആ പാവപ്പെട്ട പെണ്ണ് പുറകോട്ട് മാറി നിൽക്കുമ്പോ ആ പെണ്ണിനെ ഇസ്ലാമികമാകുന്ന ദൃഷ്ടിയിൽപ്പെടുത്തിയിട്ട് അവളെ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിവാഹ ജീവിതം നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചു തന്നത്. ആ പ്രവാചകർ തന്നെ വിശുദ്ധ ഖുർആൻ മുഖേന നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനാണ് നമ്മുടെ കാറ്റലോഗ്, ഖുർആനാണ് നമ്മുടെ വഴികാട്ടി. ആ ഖുർആൻ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കണേ മുസ്ലിമേ, ജീവിതം നയിക്കണേ യുവാക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കുകയാണ്. വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന
ഫഅദൂഹുന്ന. അല്ലയോ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലയോ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ ആദ്യമായി അവളോട് വർത്തിക്കേണ്ട രീതി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫഅദൂഹുന്ന. അവളെ ത്വലാഖ് ചൊല്ലലല്ല, അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി പറഞ്ഞു വിടലല്ല, അവളുടെ കുടുംബക്കാര് നിനക്ക് നൽകിയ സ്ത്രീധനത്തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അവളുടെ വാപ്പയെ കുറ്റപ്പെടുത്തലല്ല. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഫഅലൂഹുന്ന, നല്ല ഉപദേശം കൊടുക്കണം. വിശുദ്ധ ഖുർആൻ ഒക്കെ പഠിക്കേണ്ട വിഷയമാണ്. ഇതാണ് പഠിക്കേണ്ടത്. ഇത് പഠിക്കുമ്പോ ജീവിത റാഹത്താവും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആദ്യമായി ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പിണക്കം വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വർത്തിക്കേണ്ടത് ഫഅലൂഹുന്ന, നല്ല ഉപദേശം കൊടുക്കണം. ഫഅലൂഹുന്ന എന്ന് പറഞ്ഞാൽ വഅദ് പറഞ്ഞു കൊടുക്കണമെന്നല്ല. നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു വഅദ് കൊണ്ട് 2 മണിക്കൂർ വഅദ് പറയും. ആരുടെ മുന്നിൽ? ഭാര്യയുടെ മുന്നിൽ വഅദ് പറയും. എന്ത് വഅദ് പറയണം? അത് പറയണമെങ്കിൽ ആയത്ത് ഹദീസൊക്കെ അറിയണ്ടേ, ഖുർആൻ അറിയണ്ടേ, ഹദീസ് അറിയണ്ടേ. അല്ലാഹു പള്ളിയിൽ പോലും കൃത്യമായി നമ്മൾ പോകുന്നില്ല, ജമാഅത്തിന് പങ്കാളികളാകുന്നില്ല. ഇരിക്കുന്ന സാത്വികരാകുന്ന ഉലമാക്കളൊക്കെ പള്ളിയിൽ വഅദ് പറയുമ്പോ അവർ പറയുന്ന ആയത്തുകളും ഹദീസുകളും വ്യക്തമായ രീതിയിൽ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ജുമാ കഴിഞ്ഞ് ചാടി ഇറങ്ങി ഓടുകയാണ്. ദുആഇന് പോലും നമ്മൾ പങ്കാളികളാകുന്നില്ല. പിന്നെ എന്ത് വഅദ് പറയാം? നമുക്കെന്ത് വഅദ് പറയാം? ഭർത്താക്കന്മാരോട് പറയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയോട് വഅദ് പറയണം. അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടത്. പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ ആയത്തും ഹദീസും വെച്ചൊക്കെ വഅദ് പറയണം. ഉള്ള ഇല്ലാത്ത ആയത്തും ഹദീസും ഒന്നും ചുമ്മാ എടുത്ത് നിങ്ങൾ ഓതണ്ട. ഉള്ളത് അറിയാവുന്നത് ഓതുക. ഇല്ലെങ്കിൽ തന്നെ ഇതിന്റെ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഒന്നുമില്ലെങ്കിൽ അടുത്തൊരു ചിരുത്തിയിട്ട് നല്ല ചരിത്രം പറയുക. ഞാൻ ഇന്ന വാതിൽ കേട്ടതാകുന്ന ഒരു ചരിത്രം നിനക്ക് പറഞ്ഞുതരാം, ഇങ്ങോ ഇവിടെ ഇരിക്കുന്നു പറയും. അപ്പോൾ അവൾ പറയും, ഇരിക്കണമെങ്കിൽ ഒരു ഷവർമ എന്നാൽ വേണം ഇരിക്കാം. അങ്ങനത്തെ സൈസായിരിക്കും ചിലപ്പോൾ, എന്നാലും കുഴപ്പമില്ല, അല്ലാഹത്തൊരു ഷവർമ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇരുത്തി ഇത് പറഞ്ഞു കൊടുക്കുക. വഅദ് പറഞ്ഞു കൊടുക്കണം. ആയത്തു ഹദീസ് ഓതി നല്ല നല്ല വഅദ് പറഞ്ഞു കൊടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, സഹാബത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മക്കളെ പഠിപ്പിക്കണേ, ഖുർആനുമായി നിങ്ങളുടെ മക്കളെ ബന്ധപ്പെടുത്തണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന്റെ നായകൻ അനുയായികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഉറഫാ. വഅദിന് വേണ്ടി മാതാപിതാക്കൾ വരുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ വീട്ടിൽ ഇരുത്തരുതേ, ഒറ്റക്കൊരു റൂമിലേക്ക് മക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഇന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇന്നാരെങ്കിലും ഇത് ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ? അതിനു വേണ്ടി വരുമ്പോ മക്കളുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട്, വീടിന്റെ താക്കോല് കൊടുത്തിട്ട്, മോളെ നീ സിനിമ കണ്ടുകൊണ്ടിരുന്നോ, നീ സീരിയൽ കണ്ടുകൊണ്ടിരുന്നോ, മോനെ നീ IPL ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ടിരുന്നോ, അവസാന സമയം വരെ നീ അങ്ങനെ ഇരുന്നാൽ നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് പറഞ്ഞു കൊടുക്കാതെ ആ പ്രിയപ്പെട്ട പൊന്നു മക്കളുടെ കൈകളിലേക്ക് വീടിന്റെ താക്കോൽ കൂട്ടം എറിഞ്ഞു കൊടുത്തിട്ട് പോരുന്നതായ മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഹബീബായ നബി തങ്ങളുടെ അധ്യാപനമാണ്, ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. എവിടെ നിന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വാഴ കിട്ടുക? എവിടെ നിന്നാണ് മക്കൾക്ക് ഉപദേശം കിട്ടുക? എവിടെ നിന്നാണ് മാതാപിതാക്കൾക്ക് ഉപദേശം കിട്ടുക? അത് ഇൽമിന്റെ മജ്ലിസിൽ നിന്നാണ്, അത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ചർച്ച ചെയ്യുന്നതാകുന്ന മജ്ലിസിൽ നിന്നാണ്. അതിന്റെ മജ്ലിസിലേക്ക് വരാതെ വീട്ടിൽ മക്കളെ പിടിച്ച് ഒറ്റക്കൊരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ, ഒറ്റക്കൊരു റൂമിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ആക്കരുതേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. 18 വയസ്സുള്ളതാകുന്ന സഹോദരി, +2 പഠിക്കുന്നതാകുന്ന മകള്, BCom എഞ്ചിനീയർ പഠിക്കുന്ന പൊന്നുമോള് തന്റെ വാപ്പ വാതിന് പോയി കഴിയുമ്പോ, തന്റെ ഉമ്മ വാതിന് പോയി കഴിയുമ്പോ തന്റെ കാമുകനെ ഫോണിൽ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുത്താൻ നിദാനമാണ്. നിന്റെ അത്തരത്തിൽ
അത്തരത്തിലുള്ള യാത്ര. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യം നീ ശ്രദ്ധ ചെലുത്തണേ ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കൾക്ക് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണേ. എന്നാൽ ആത്മീയമാകുന്ന അറിവില്ലാതെ ഭൗതികമാകുന്ന കലാലയത്തിലേക്ക് മാത്രമായി മക്കളെ പറഞ്ഞേക്കരുതേ. വലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവിന് വേണ്ടി മാത്രമായി മക്കളെ നിങ്ങൾ പറഞ്ഞേക്കരുതേ. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. പരിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണേ. ആ ഖുർആനിൽ നിന്ന് തന്നെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് ആരാണ് ഖുർആൻ കൈകൊണ്ട് തൊടുന്നവർ? പള്ളിയുടെ അകത്തളങ്ങളിൽ മനോഹരമായ ആയിരക്കണക്കിന് ഖുർആൻ മുസ്ഹഫുകൾ ബൈൻഡിട്ടുകൊണ്ട് മനോഹരമായ ഷെൽഫുകളിൽ വെച്ചിരിക്കുകയാണ്. എത്ര പേരാണ് ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊട്ടവര്? എത്ര പേരാണ് ഇന്നൊരു ജുസുവെങ്കിലും ഓതി തീർത്തവര്? എത്ര പേരാണ് യാസീൻ സൂറത്ത് ഓതുന്നത്? ഇന്ന് ശാമകരിന്റെ ഇടയിൽ അൽഹംദുലില്ലാഹ് ഒരു പാവപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് കടക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടി. അഴീക്കോടുള്ള ഒരു പാവപ്പെട്ട ഉമ്മ ഞാൻ ചെല്ലുമ്പോ യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എത്ര കർണാനന്തരമാണ്, എത്ര സന്തോഷകരമാണ്. അങ്ങനെ ഖുർആൻ ഓതുന്ന ഉമ്മമാര് നമുക്ക് മുമ്പേ ചൈത്രയാത്ര ചെയ്തു പോവുകയാണ്. ആ പാവപ്പെട്ട ഉമ്മമാരുടെ ജീവിതങ്ങൾ കണ്ടിട്ടെങ്കിലും നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിമറിക്കാൻ നമുക്കൊന്ന് സന്തോഷിച്ചൂടെ, നമുക്കൊന്ന് ചിന്തിച്ചൂടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഹോദരാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാകട്ടെ. വിശുദ്ധ ഖുർആൻ കൊണ്ട് നമ്മുടെ ഖബർ ഒന്ന് സന്തോഷിക്കട്ടെ, ഖബർ പ്രകാശപൂരിതമാകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതുന്ന വീടുകളെ പറ്റി പറഞ്ഞില്ലയോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞില്ലയോ? ലാ തജാലൂ ബുയൂതകും മഖാബിറ. നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഒരിക്കലും ശ്മശാനമാക്കരുതേ, ഖബറിടം പോലെ ആക്കരുതേ. അഥവാ ദിക്റും ഔറാദും ഖുർആനും കൊണ്ട് നിങ്ങളുടെ വീടുകളെ ജീവസുറ്റതാക്കണേ. സൂറത്തുൽ ബഖറ വീട്ടിൽ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് അടുക്കൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോഴും ആയത്തുൽ കുർസി ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണിത് ശ്രദ്ധിക്കുന്നത്? ആരാണിത് ഉൾക്കൊള്ളുന്നത്? ഇത് കേൾക്കുന്ന മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ, കൊണ്ടുവരണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നത്. വഅല്ലിമൂഹുന്നൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. പെൺമക്കൾക്ക്, ആൺമക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളെ മദ്രസയിൽ വിട്ടു, അതുകൊണ്ട് കാര്യമില്ല. മക്കൾ വീട്ടിൽ വന്ന് ഖുർആൻ ഓതുന്നുണ്ടോ അത് നോക്കണം. ആര് നോക്കുന്ന, ആര് ശ്രദ്ധിക്കുന്നു? ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അരമണിക്കൂർ ഖുർആൻ മക്കളെ കൊണ്ട് നിർബന്ധമായി ഓദിക്കണം, നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പഠിക്കുന്ന പഠിത്തം നല്ല പഠിത്തമായിരിക്കും. അരമണിക്കൂർ ഖുർആൻ മക്കളെ കൊണ്ട് ഓദിക്കണം. അത് വാപ്പാടെ ഉമ്മാടെ നിർബന്ധമാണ്. അത് അവരുടെ മേൽ നിർബന്ധമാണ്. അത് ഓദിക്കണം. മക്കൾ വെറുതെ ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കണ്ണോടിച്ചാൽ പോരാ. ചില പെണ്ണുങ്ങളുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭർത്താവിന്റെ വീട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടി ഖുർആൻ ഓതാൻ അറിയാൻ പറ്റില്ല, തുറന്നിട്ട് ഇങ്ങനെ കറക്റ്റ് യാസീനൊക്കെ കറക്റ്റ് പേജ് നമ്പർ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു വെച്ചിട്ട് പേജ് ഇങ്ങനെ മറിച്ച് നോക്കി വിടും. ഒച്ചത്തിൽ ഓന്ന് ഇന്നുവരെ കേട്ടിട്ടുണ്ടാവൂല. ഒച്ചത്തിൽ ഓതാൻ അറിയില്ല, ഇതിങ്ങനെ തുറന്നു വെച്ചിട്ടുണ്ട് അല്ലേ? ആ രീതിയാകാൻ പാടില്ല. ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയണം, ഖുർആൻ നല്ലതുപോലെ ഓതണം. അല്പ ശബ്ദത്തിൽ തന്നെ ഓതണം എന്ന് പറഞ്ഞ് ഒച്ചത്തിൽ പെണ്ണുങ്ങൾ ഓതാൻ വേണ്ട. അതല്ല, അവനവന്റെ സ്വന്തം ശരീരം കേൾക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഖുർആൻ ഓതണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഖുർആൻ അങ്ങനെ ഓതണം. ആ ഖുർആൻ നമ്മൾ പഠിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ അല്പമൊക്കെ പഠിച്ചതാകുന്ന ഭർത്താവാണ് ഉപദേശിക്കുന്നത്. ഇവിടെ എങ്ങനെ ഉപദേശിക്കണം? നമസ്കാരവും ഇബാദത്തും ഉള്ള ആളല്ലേ നമസ്കരിക്കാൻ വേണ്ടി ഭാര്യ ഉപദേശിച്ചിട്ട് കാര്യമുള്ളൂ.
ഒരു പെണ്ണ് നിസ്കരിക്കുന്നില്ല, ഉപദേശിക്കണം, പെണ്ണിനോട് പറയാം നീ സുബഹി നിസ്കരിക്കണം കേട്ടോ, നീ സുബഹി നിസ്കരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭർത്താവ് സുബഹി പോലും നിസ്കരിക്കുന്നില്ല, ലോറും ഇല്ല അസുറും ഇല്ല, ഒരു നമസ്കാരം ഇല്ലാത്തവന് പറയാൻ പറ്റൂല. അയാൾ നമസ്കാരമുള്ളവനായിരിക്കണം, ഭർത്താവ് നന്നായിരിക്കണം. ആദ്യത്തെ കണ്ടീഷൻ അതാണ്. അവനവൻ സ്വന്തം നന്നാവണം, സ്വന്തം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കണം. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ വ്യക്തമാക്കുന്നു, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിലും മറ്റുള്ളവരോട് അതുകൊണ്ട് ഉപദേശിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് റാജിഹായ അഭിപ്രായം. പറ്റുമെന്ന് തന്നെയാണ് ഉലമാക്കൾ പഠിപ്പിച്ചത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ മാന്യമായ രീതിയിൽ ഉപദേശിക്കണം. ആദ്യമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു, ഭാര്യമാര് വന്ന് അവരുടെ നൊമ്പരം പറയുമ്പോൾ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ലതുപോലെ കേൾക്കണം. അതിനൊരു മനസ്സ് നിനക്കുണ്ടാവണം. പരിപൂർണമായിട്ട് അവരുടെ വിഷമങ്ങൾ എന്താണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. മുഖത്തോട് മുഖം ചേർന്നിരുന്ന് കസേരയിട്ട് റാഹത്തായ നിലയിലിരുന്ന് അതെന്താണ് വിഷയം പറ. അപ്പൊ അവള് മൊത്തം വിഷയങ്ങൾ ഇങ്ങനെ പറയും. ഈ വിഷയങ്ങൾ പറയുന്നതിനിടയ്ക്ക് നീ ചോറ് വിളമ്പ്, എന്നിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് ഇത് കൊള്ളാം കേട്ടോ, നല്ല മീൻ, ഇത് എങ്ങനെ ഉണ്ടാക്കി, റാഹത്താണ്, നല്ല കൊള്ളാം, ഇത് എവിടുന്ന്, നല്ല പാങ്ങ്, നല്ല രസമാണ് എന്ന് പറഞ്ഞ് അവളെ ആക്കുന്ന രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് ഇത് ശരിക്കും കേൾക്കാതെ നീ ഇരിക്കരുത്. അപ്പൊ അവൾക്ക് ദേഷ്യം പിടിക്കും, ഒന്നും കൂടി ഇത് വിഷയം വല്ലാതെ കലുഷിതമാകും. അതുകൊണ്ട് നീ നല്ല മനസ്സിൽ ഇരിക്കുമ്പോഴത്തേക്ക് ആ വിഷയം ശരിക്കും കേൾക്കുക. എല്ലാം കേട്ടതിന് ശേഷം അവളോട് പറയും ഇൻഷാ അല്ലാഹ് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പറയുന്നത് ഒരു പക്ഷെ നിന്റെ ഉമ്മയെ കുറിച്ചായിരിക്കും, നിന്റെ ഉപ്പായെ കുറിച്ചായിരിക്കും. ഇതാണ് കൂടുതൽ പരാതി ഉണ്ടാകുക. അല്ലെ നിന്റെ പെങ്ങന്മാരെ കുറിച്ചായിരിക്കും. ഇങ്ങനെയുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാകുക. എന്നാലും നീ എന്ത് ചെയ്യാ, ചെവി കൊടുത്ത് കേട്ടിരിക്കുക. അങ്ങനെ പരിപൂർണമായി കേട്ടാൽ തന്നെ 98% പെണ്ണിന്റെ മനസ്സിന് റാഹത്താണ്, കുളിരാണ്. കാരണം എന്താ, എന്റെ ഭർത്താവ് ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയവരാണ്, അൽഹംദുലില്ലാഹ്. എന്നിട്ട് നീ പറയാ ഞാനത് റെഡിയാക്കിക്കോളും കേട്ടോ, ഉമ്മാട് ഞാനത് പറഞ്ഞ് റെഡിയാക്കി തരാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നീ പതുക്കെ സമ്പാദിക്കും. പിന്നെ അത് കഴിഞ്ഞ് വലിയ ഇത്രേ ഉള്ളൂ. ഇതിപ്പോ പെണ്ണുങ്ങളപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനെ വലിയ ഒന്നും ആക്കണ്ട, ഞങ്ങളത് വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ടോ, ഒക്കെ എന്നെ റെഡിയാക്കി തരാം ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആദ്യമായി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇത് ശരിക്കും വിഷയം കേൾക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് കേൾക്കാതിരിക്കുമ്പോഴാണ് പെണ്ണിന് ദേഷ്യം പിടിക്കുന്നത്. സ്വന്തം ഭർത്താവ് ഇതിലൊന്നും താല്പര്യമില്ല, ഓൻ എന്തെങ്കിലും കഴിക്കണം, വല്ല ആഹാരിക്കണം, റാഹത്താക്കണം, വെളിയിൽ പോയി കഴിച്ചിട്ട് വന്നതൊന്നും പോരാ, പിന്നെ ഇവിടെ വന്ന് കലം മറിച്ച് മുഴുവൻ കഴിച്ചിട്ട് എവിടെയെങ്കിലും കൂർക്കം വലിച്ച് അല്ലാ ഒറ്റ ഉറക്കം. അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് ഒരു കാര്യമില്ല, ഇങ്ങനെ ആള് ഗുണമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്യരാകുന്ന ചെറുപ്പക്കാർ വീട്ടിലേക്ക് പല രീതിയിലും വരുന്നത്. ഒന്നില്ലെങ്കിലും വല്ലെന്തെങ്കിലും മേശരിപ്പണിക്ക് ആശാരിപ്പണിക്കോ പല കോലത്തിലും ഒക്കെ ആയിട്ട് അവരോട് വരും. ആ ആൾക്കാരുമായിട്ട് പതുക്കെ ഇവള് ചങ്ങാത്തം വെക്കും, അവരോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. ജീവിതം വല്ലാത്ത കോലത്തിലേക്ക്. ഇതാണ് സംഭവിക്കുന്നതിനാകെ ടോട്ടൽ മൊത്തത്തിൽ പറഞ്ഞു തരും. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം, അല്ലാഹു തൗഫീഖ് തരട്ടെ. അഥവാ ഭർത്താവാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയുടെ പ്രശ്നങ്ങൾ പരിപൂർണമായി കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. നല്ലതുപോലെ കേട്ടുകൊടുക്കണം. അത് കേട്ടെങ്കിൽ മാത്രമേ ഭാര്യയ്ക്ക് നമ്മളോട് സന്തോഷം ഉണ്ടാവുകയുള്ളൂ, താല്പര്യം ഉണ്ടാവുകയുള്ളൂ. കേൾക്കാതെ നമ്മൾ പോകാൻ പാടില്ല. കേട്ടതിന് ശേഷം കാര്യത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആൻ മുഖേന ഓതി തരുകയാണ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ഉപദേശിച്ചു നോക്കിയിട്ട് ആ ഭാര്യ മാന്യമായ രീതിയിൽ കടന്നു വന്നില്ല എങ്കിൽ വിശുദ്ധ ഖുർആൻ രണ്ടാമതായി പറയുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. ശാരീരിക ബന്ധത്തിൽ നമ്മളെ ഒഴിവാക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ. ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പ്രയോഗിക്കേണ്ടതാണ്, അല്ലാതെ വെറുതെ പ്രയോഗിക്കാനുള്ളതല്ല. നിന്റെ ജീവിതത്തിൽ ഭാര്യയുമായി എന്തെങ്കിലും പിണക്കമുണ്ടായെങ്കിൽ ദീനിന്റെ വിഷയം അനുസരിച്ച് മുന്നോട്ട് പോകണം. കാരണം വിശുദ്ധ ഖുർആനാണ് നിന്നോട് ഓർമ്മപ്പെടുത്തിയത് വിവാഹ ജീവിതത്തെ പറ്റി. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിവാഹ ജീവിതം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവാഹ ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമാക്കി, നിന്റെ ഭാര്യ നിന്നോട് പിണക്കം വെച്ചാൽ ആദ്യമായി വർത്തിക്കേണ്ട രീതി അവൾക്ക് നല്ല ഉപദേശം കൊടുക്കലാണ്. ഉപദേശത്തിലൂടെ അവൾ നന്നാകുന്നില്ല. നീ വാല് പറയാൻ തുടങ്ങുമ്പോൾ നീ 10 മിനിറ്റ് പറയുമ്പോൾ അവൾ 25 മിനിറ്റ് ഇങ്ങോട്ട് വാല് പറയും. അങ്ങനത്തെ സൈസാണ് നിനക്ക് കിട്ടിയതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ വിശുദ്ധ ഖുർആൻ പറയാം. അപ്പോഴും ഖുർആൻ പഠിപ്പിച്ചാൽ എന്ത് വേണം, ഇതൊക്കെ ഖുർആനാണ്.
വഹ്ജുറൂഹുന്ന ഫിൽ മദാജ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നീ ഉപദേശിച്ചു നോക്കിയിട്ട് ഭാര്യ നന്നാവുന്ന ഘട്ടം എത്തിയിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീ കടക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, വഹ്ജുറൂഹുന്ന ഫിൽ മദാജ് വഹ്ജുറൂഹുന്ന ഫിൽ മദാജ്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ പരിപൂർണമായി വിലങ്ങണേ. നീ നന്നായിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അതുവരെ കണക്ഷൻ വേണം. എവിടെ ഇത് നിസ്കരിക്കുന്നില്ല ഒരു പെണ്ണ്, കൃത്യമായി റമദാനിൽ നോമ്പ് പിടിക്കുന്നില്ല, അവളിങ്ങനെ അലസത വെക്കുക, ദീനിബോധം കുറഞ്ഞതായിരിക്കും. അവള് 10ാം ക്ലാസ് വരെ ഒന്നും പഠിച്ചിട്ടില്ല. മദ്രസയിൽ പോയിട്ട് ആകെ 3 അല്ലെങ്കിൽ 4ാം ക്ലാസ് ഒക്കെ ഉള്ളൂ. അത് തന്നെ മറന്നുപോയി. ഭൗതിക കലാലയത്തിലേക്ക് ഒരുപാട് പഠിച്ച് എഞ്ചിനീയർ ഒക്കെ പഠിച്ചിട്ട് അവസാനം ബ്രോക്കർ പറഞ്ഞ് അഴീക്കോട് ജെട്ടിയിൽ നല്ലൊരു സുന്ദരനായ യുവാവ്, നല്ല സുമുഖനാകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നല്ല ദീനി ബോധമുള്ളവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ വന്നാണ് നിന്റെ വിവാഹം കഴിച്ചത്. നീ എന്ത് ചെയ്യരുത്, കാട്ടുപോത്തിന്റെ സ്വഭാവം എടുക്കരുത്. നീ ദീനി ബോധമുള്ളവരാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നല്ല ഉപദേശം കൊടുക്കണം. അവൾ നിസ്കരിക്കാതെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക്, അല്ല നോമ്പ് പിടിക്കാതിരിക്കുന്ന കാണുമ്പോൾ അവിടെ വെച്ചിട്ട് പേടിപ്പിച്ചു കൊടുക്കണം. നിസ്കരിക്കുന്നവർക്കുള്ള കൂലി ആദ്യം പറഞ്ഞു കൊടുക്കണം. നിസ്കരിക്കുന്നവർക്കുള്ള കൂലി, നോമ്പ് പിടിക്കുന്നവർക്കുള്ള കൂലി, നോമ്പ് പിടിക്കാതിരുന്നുള്ള ശിക്ഷ, നമസ്കരിക്കാതിരുന്നവർക്കുള്ള ശിക്ഷ, ഇതൊക്കെ പറഞ്ഞവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നല്ലൊരു ഭാര്യയാണ് എങ്കിൽ ആ ഓപ്ഷനിൽ തന്നെ നന്നാവുകയാണ്. അല്ലാഹു ഇതിൽ നമ്മുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ടാമത്തിലേക്ക് പോകേണ്ടതില്ല. രണ്ടാമത്തെ ഘട്ടം ഇവിടെ ഒന്നും ചീത്ത വിളിക്കാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ആ പാവപ്പെട്ട പെണ്ണിന്റെ കുടുംബാദികളെയോ അവളെയോ ചീത്ത വിളിക്കാൻ വേണ്ടി അല്ലാഹുവോ അവന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതൊക്കെ ഖുർആനാണ്, നല്ലതുപോലെ ശ്രദ്ധിക്കുക. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ നിന്ന് നീ വിലങ്ങി നിൽക്കണേ. ശാരീരിക ബന്ധത്തിൽ നിന്ന് വിലങ്ങി നിൽക്കണേ. ഖുർആനിന്റെ അധ്യാപനം നല്ലതുപോലെ ശ്രദ്ധിക്കുക. വഹ്ജുറൂഹുന്ന മിനൽ മളാജി എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഇവിടെ ഉസ്താദുമാർ ഇരിപ്പുണ്ട്, ആലിമീങ്ങൾ ഇരിപ്പുണ്ട്, അവർക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കുക എന്നാവും. അങ്ങനെ ഖുർആൻ പറഞ്ഞില്ല. ഖുർആൻ എന്തു പറഞ്ഞു? വഹ്ജുറൂഹുന്ന ഫിൽ മളാജി. ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കുക, കിടപ്പറയിൽ നിന്ന് ഒഴിവാക്കണ്ട. 99% എന്നല്ല 100% ആളുകൾക്കും തെറ്റുപറ്റിയത് മുസ്ലിം സമുദായത്തിലാകട്ടെ അല്ലാതാകട്ടെ പ്രശ്നമുണ്ടായത് ഇവിടെയാണ്. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വന്തം ഭാര്യയെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുക പാടില്ല. ആര് പഠിപ്പിച്ചു? ആരാണിതിന് ഉത്തരവാദികൾ? ഉലമാക്കളാണോ? പണ്ഡിതന്മാരാണോ? ആരാണിത് പഠിപ്പിച്ചിട്ടുള്ളത്? വിവാഹ ജീവിതം നിന്നോട് കഴിക്കാൻ വേണ്ടിയും അത് സുന്നത്തായും പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അവിടുത്തെ ശേഷം വരുന്നതാകുന്ന ആലിമീങ്ങളോ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്തെ കിറാം പഠിപ്പിച്ചിട്ടുണ്ടോ? ആരാണ് പഠിപ്പിച്ചിട്ടുള്ളത്? ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന് വയസ്സ് 63. എന്റെ ശബ്ദം ശ്രവിക്കുന്ന അഴീക്കോട് ജെട്ടിയിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ മനസ്സിലിരുത്തി ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാന തിരുരാത്രങ്ങൾ തള്ളി നീക്കിയത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പമാണ്. മറ്റുള്ള ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് ഭാര്യമാരെ വിളിച്ചുകൊണ്ട് റസൂലുള്ള ചോദിക്കുകയാണ്, അവസാനത്തെ എന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോടൊപ്പം കഴിയാൻ ഞാൻ നിയ്യത്ത് വെക്കുന്നു, നിങ്ങൾക്കതിൽ വിരോധമുണ്ടോ? നിങ്ങൾക്കതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഭാര്യമാരോട് തുല്യ നീതി, തുല്യ നീതി. മറ്റുള്ളവരുടെ അനുവാദം വാങ്ങാൻ അവർ പറഞ്ഞു, അങ്ങക്ക് ആർക്കും ഒരു കുഴപ്പമില്ല, ആയിഷയോടൊപ്പം ജീവിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിതം നയിക്കുകയാണ്. അവസാന സമയമായി അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഈ ലോകത്തിന്റെ ദീപമണയുകയാണ്, ഈ ലോകത്തിന്റെ വിളക്കണഞ്ഞു പോവുകയാണ്, ഈ ലോകത്തിന്റെ സിറാജ് അണഞ്ഞു പോവുകയാണ്, ഈ ലോകത്തിന്റെ മുനീർ എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. അല്ലാഹ്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തിൽ ആയിഷ ബീവിയോട് പറഞ്ഞത്, യാ ആയിഷ ഇന്നലിൽ മൗതി ലസകറാ. ആയിഷ ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. ആയിഷ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷയോട് ഇത് പറയുകയും, തൊട്ടടുത്തിരിക്കുന്ന തോൽപാത്രത്തിലേക്ക് നിന്റെ കൈയൊന്നിട്ടിട്ട് ആ തണുത്ത ജലം കൊണ്ട് എന്റെ മുഖമൊന്ന് തടകി തരൂ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഹബീബായ നബി തങ്ങളെ മടിയിൽ പിടിച്ചു കിടത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ 63 വയസ്സ്. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നത് എവിടെ വെച്ചാണ്? മദീന പള്ളിയുടെ മെഹ്റാബിൽ വെച്ചല്ല, മദീന പള്ളിയുടെ മിമ്പറിൽ വെച്ചല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ളതാകുന്ന റൗദത്തും മിൻ റിയാദിൽ ജന്നയിൽ വെച്ചല്ല, മറിച്ച് റസൂലുള്ളാഹി വഫാത്താകുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ടാണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, പഠിക്കണേ പ്രിയപ്പെട്ട സഹോദര. ഇന്ന് വിവാഹ ജീവിതം കഴിഞ്ഞ് 10 കൊല്ലം കഴിയുമ്പോ നിന്റെ ഭാര്യ ഏത് റൂമിലാണനാ എന്ന് ചോദിക്കുമ്പോ തൊട്ടപ്പുറത്തെ റൂം കാണിച്ചു തരുകയാണ്. 50 വയസ്സുള്ള ഉപ്പമാര് എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടാകും. കുമ്മനം ഉസ്താദ് ഖേദത്തോടുകൂടി ചോദിക്കട്ടെയോ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ എവിടെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാ മറ്റൊരു റൂം കാണിച്ചു തരുകയല്ലയോ? കൂടെ കടത്താൻ നമുക്ക് സമയമില്ല. എവിടെയാണ് തെറ്റുപറ്റിയത്? ആർക്കാണ് തെറ്റുപറ്റിയത്? വിവാഹ ജീവിതം എന്ന് പറയുന്നത് കേവലം ലൈംഗിക ബന്ധം മാത്രമല്ല. അങ്ങനെ പഠിച്ചവർക്ക് തെറ്റിപ്പോയി. അങ്ങനെയാണെങ്കിൽ റസൂലുള്ള വഫാത്താകുമ്പോ എന്തിനാണ് അള്ളാന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നത്? അവിടെ ഒരു ശാരീരിക ബന്ധത്തിന് പ്രസക്തിയില്ലല്ലോ. അവസാന സമയം ഈ ലോകത്തുനിന്ന് അവസാനത്തെയും അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ വേർപെടുത്തുന്ന സമയത്ത് ലോകത്തിന്റെ നായകൻ തലവെച്ച് കിടക്കുന്നത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. ചിന്തിക്കണേ മുഅ്മിനേ, ചിന്തിക്കണേ ഉമ്മമാരെ. ഇവിടെ 5 കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2-3 മക്കളൊക്കെ ആയി, റാഹത്തായി ജീവിതം. അപ്പൊ ആസ്വാദനമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ ഒന്നും വേണ്ട. എപ്പുറത്തെ കട്ടിയിൽ അല്ലെ അങ്ങോട്ട് തിരിഞ്ഞു നടന്നോ, നമ്മളിങ്ങോട്ട് ശരാമോരി. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് റൂമിൽ തന്നെ വേറൊരു കട്ടിൽ കൊണ്ടുവരിക. തേക്കിന്റെ ഈട്ടിയുടെ ഉള്ള കട്ടിലാണ് റാഹത്ത്. നീ ഇവിടെ കിടന്നാൽ മതി കേട്ടോ, നമ്മളിപ്പുറത്ത് മാറി കിടക്കുക. എനിക്കല്ല കുറച്ച് ഉറങ്ങണം. കൂർക്കം വലിച്ച് വയറൊക്കെ ചാടി റാഹത്തായി. ഇനി ഉറക്കാം. അവസാനം ഉറങ്ങി ഇവള് മറ്റൊരുത്തന്റെ വീട്ടിൽ പോയി കിടന്നു ഉറങ്ങും. സോക്കേട് കയറും. അപ്പൊ ഓടി വരും, ഉസ്താദേ അല്ലാഹുവേ ഖുർആൻ ആയത്ത് ഹദീസ്. അവള് പിഴച്ചു പോയി. ഇവിടെ ആരാ കുഴപ്പം കാണിച്ചു? എടാ 90 അല്ല 100 വയസ്സ് നിനക്കെത്തിയാലും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറ്റൊരു റൂമിലേക്ക് മാറ്റിക്കിടത്താൻ പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. 100 വയസ്സെത്തിയാലും നിനക്ക് ശരീരത്തിന് ബലശയൊക്കെയാണ്, ഒരു ഇതുമില്ല, റാഹത്തുമില്ല ഇതിനോടൊന്നും. പക്ഷെ എങ്കിൽ പിന്നെ ഭാര്യ ഇവിടെ കിടത്തണം, നിന്റെ അടുത്ത് തന്നെ കിടത്തണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു? ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്നു വഫാത്താകുന്നു 63ാമത്തെ വയസ്സിൽ. പ്രവാചകൻ ആരുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്നു? ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ. ചിന്തിക്കുന്നില്ല എന്താ റസൂലുള്ളാഹിക്ക് വേറെ ധാരാളം ഇല്ലാണ്ടാണ്? എന്താ ചിന്തിക്കാത്തത്? ഇത് കുടുംബജീവിതം പഠിപ്പിക്കുകയാണ്. ഇത് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 10-15 വർഷം കഴിഞ്ഞതാകുന്ന വിവാഹ ജീവിതം കഴിച്ച ചെറുപ്പക്കാരോട് ചോദിക്കട്ടെ, നിന്റെ ഭാര്യ എവിടെയാ? അവളെ ചൂണ്ടിക്കാണിക്കും, അവൻ ചൂണ്ടിക്കാണിക്കും മറ്റൊരു റൂമില്. ആരാണ് ഇതിന് ഉത്തരവാദി? അവസാനം എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം എന്റെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് ആലിമീങ്ങളോട് വന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ആരാണ് ഇവിടെ കുറ്റക്കാർ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആലപ്പുഴയിൽ കായംകുളം എന്ന് പറയുന്ന പ്രദേശത്ത്, ഞാൻ പേര് പറയുന്ന ഒരു മുസ്ലിം സഹോദരി പത്രമാധ്യമങ്ങളിലൂടെ വന്നതാണ്. കറ്റാനം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മുസ്ലിം സഹോദരി 43 വയസ്സുള്ള പെണ്ണിന് 43 വയസ്സുള്ള പെണ്ണാണ്. മലപ്പുറം ജില്ലയിലെ ഇതര സമുദായത്തിൽ ഒരു സഹോദരന് ഫോണിലുമായി ബന്ധം സ്ഥാപിച്ചു. സ്വന്തം ഭർത്താവ് പിണങ്ങി കഴിയാൻ തുടങ്ങിയിട്ട് കേവലം 3 വർഷമായിട്ടുള്ളൂ. എവിടെ? തൊട്ടപ്പുറത്ത് റൂമിൽ തന്നെ ഉണ്ട് ആള്.
വീട്ടിലൊരു മേശപ്പുറമുണ്ട്. ആ മേശപ്പുറത്ത് പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് കിട്ടുന്ന പണം കൊണ്ട് അതിൽ നിന്ന് അരി വാങ്ങിയിട്ട് ആ അരി കൊണ്ടുവന്ന് ആ മേശപ്പുറത്ത് വെക്കും. കൃത്യം 3 നേരം സമയമാകുമ്പോഴത്തേക്കും മീനും ആഹാരം കൊണ്ടുവന്ന് ആ മേശപ്പുറത്ത് നിന്ന് എടുത്ത് ഭാര്യ നേരെ കൃത്യം സമയത്ത് തന്നെ ആഹാരം കൊണ്ടുവന്ന് അതിന്റെ മുകളിൽ വിളമ്പി വെക്കും. അങ്ങനെ ബന്ധം, ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ, വേറെ വർത്തമാനമൊന്നുമില്ല. തുണി അലക്കാനുള്ളതും ആ മേശപ്പുറത്ത് കൊണ്ട് വെക്കും. ഈ ഭാര്യ തന്നെ അലക്കി അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും. എല്ലാത്തിനും വർത്തമാനം പറയാനും ഒരു മേശപ്പുറം. ഇങ്ങനെ എത്ര കുടുംബങ്ങളാണ്, ഞാൻ വെറുതെ പറയല്ല, ഇങ്ങനെ എത്ര കുടുംബങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വന്തം വാപ്പയോടും ഉമ്മയോടും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സ്വന്തം സഹോദര സഹോദരിമാർക്കിടയിൽ ഇത്തരത്തിൽ മതിലുകൾ തീർക്കുന്നത് ആരാണ്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നാളെ മരിക്കുമെന്നുള്ള ചിന്തയില്ലേ? 3 ദിവസത്തിൽ നിങ്ങൾ പരസ്പരം സലാം പറയാതെ മാറി നിന്നാൽ നിങ്ങൾക്കിടയിൽ കാരുണ്യത്തിന്റെ മലക്കുകൾ കടന്നു വരൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആരാണ് ഇവിടെ പ്രശ്നക്കാർ? ആരാണ് പ്രശ്നക്കാർ? നമ്മൾ തന്നെ. നമ്മൾ ദീൻ പഠിക്കുന്നില്ല. പഠിക്കുന്ന ദീൻ ജീവിതത്തിൽ കൊണ്ടുവരുന്നില്ല. അവിടെയാണ് പ്രശ്നം. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. അവസാനം എന്ത് സംഭവിച്ചു? പരിശുദ്ധ റമദാനിൽ 27-ാം രാവിൽ സ്വന്തം ഭർത്താവാകുന്ന ഈ പാവപ്പെട്ട 53 വയസ്സുള്ളതാകുന്ന ഭർത്താവ് ഭാര്യയുടെ അടുക്കൽ നിന്ന് നേരെ പള്ളിയിൽ പോയി ഏത്തിക്കാഫിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് റമദാനിൽ പാതിരാത്രി സമയത്ത് ഉസ്താദ് ചൊല്ലിക്കൊടുത്ത തൗബയേത്ത് ചൊല്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതേ റമദാനിന്റെ 27-ാം രാവിലെ തന്നെ ആ പെണ്ണ് മലപ്പുറം ജില്ലയിലെ ഇതര സമുദായത്തിലെ സഹോദരന്റെ ഫോൺ വിളിച്ചുകൊണ്ട് വരുത്തുകയാണ്. കായംകുളം എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയിലെ കറ്റാനം എന്ന് പറയുന്ന കുഗ്രാമത്തിലേക്ക് ആ വീടിന്റെ പിന്നാമ്പുറത്ത്, ഓലമേഞ്ഞ വീടിന്റെ പിന്നാമ്പുറത്ത് വന്ന് കൃത്യമായി വന്നുകൊണ്ട് കൈ വന്ന് മുട്ടി അദ്ദേഹം വിളിക്കണമെങ്കിൽ എത്രത്തോളം വീടിനെ കുറിച്ച്, പരിസരത്തെ കുറിച്ച്, പരിസരവാസികളെ കുറിച്ച്, പരിസരത്തുള്ള ആളുകൾ ഉറങ്ങുന്ന സമയം വരെ കൃത്യമായി അളന്നു മുറിച്ച് ആ പെണ്ണ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. 2 മണിയായപ്പോ വന്ന് മുട്ടാണ്. മുസ്ലിം സഹോദരനല്ല, ഇതര സമുദായത്തിലെ സഹോദരൻ. ആ സഹോദരൻ വന്ന് വീട്ടുപടിക്കം മുട്ടി, വീട് തുറക്കപ്പെട്ടു. 2 പേരും നൂലിന് ബന്ധം പോലുമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. 4 മണി സമയമായപ്പോ ഭർത്താവ് വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇടയത്താഴം കഴിക്കാൻ. അത്താഴം എന്താ ഇവിടെ പറയാ? ഇടയത്താഴം തന്നെ. ഇടയത്താഴം കഴിക്കാൻ അദ്ദേഹം വന്നു. വിളമ്പി വെച്ച ആഹാരം അദ്ദേഹം കഴിക്കുമ്പോ ഒരു പ്ലേറ്റിൽ നിറച്ച് ചോറും മീൻകറിയും ഒക്കെ ആയിട്ട് കിടപ്പ് റൂമിലേക്ക് പെണ്ണുപോകുന്നു. ചോദിച്ചു, എന്തിനാണ്? പറഞ്ഞു, എനിക്ക് ഇടത്താഴം കഴിക്കാനാണ്. നീ ഇച്ചിരി അവിടെ നിന്ന് കഴിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇല്ല, ഞാൻ കഴിച്ചില്ല. ഇവിടെ കൊണ്ടുവന്നു നേരെ കിടപ്പ് റൂമിൽ. ആർക്കാണ് കൊണ്ടുവരുന്നത്? താനുമായി ഇതുവരെ ശയ്യം വിലച്ച് ക്ഷീണിച്ച് ബലഹീനനായി കിടക്കുന്നതാകുന്ന ആ സഹോദരന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഒന്ന് കയറി തലയിട്ട് നോക്കിയാൽ കാണാം അയാൾ ഇപ്പുറത്ത് അങ്ങോട്ട് പോകുന്നില്ല. കാരണം അതാണ് ബന്ധം അവര് തമ്മിലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കുന്നില്ല. പക്ഷെ പതിവില്ലാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്. ബെഡ്റൂമിലേക്ക് ആഹാരം കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ അവസാനം ഇദ്ദേഹം പതുക്കെ പോയി. സലാമോൻ 2 പേർക്കിടയിലില്ല. അദ്ദേഹം യാത്രയായി നേരെ പള്ളിയിൽ പോയി. ഭയങ്കര നമസ്കാര വിഭാഗത്തോൺ. അതാണ് ഞാൻ ഈ പറയുന്നത്. വലിയ ഇബാദത്തുള്ള ആളാണ്. 5 വഖത്ത് നിസ്കരിക്കും, റമദാനിലൊക്കെ നോമ്പും പിടിക്കും, എത്തിക്കാഫിന് നിയ്യത്ത് വെച്ച് പള്ളിയിൽ ഒരുപാട് കൂടും. എല്ലാ നേരവും 5 നേരവും പല്ല് തേക്കും, ദിക്ർ ചൊല്ലും, ഖുർആൻ ഓതും ഒക്കെ ചെയ്യും. പക്ഷേ കുടുംബജീവിതം കറക്റ്റ് അല്ല. അങ്ങനത്തെ എത്ര ആളുകൾ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വന്തം ഭാര്യയോടുള്ള പെരുമാറ്റം നല്ല രീതിയിലല്ല, അവരോടുള്ള സമീപനം നല്ല രീതിയിലല്ല. ആ ഭാര്യ വീണ്ടും അവരുമായി ശയ്യവലംബിച്ചു. 2 പേരും തമ്മിൽ വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. സുബഹി ബാങ്ക് വിളിക്കുമ്പോ ഈ സഹോദരൻ 2 പേരും നൂലിലെ ബന്ധമില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നല്ല രീതിയിൽ സുഖനിദ്രയിലേക്ക് പെണ്ണുപോയപ്പോ ഉറക്കത്തിന്റെ മരുന്ന് അല്പം കൂടി കലക്കി കൊടുത്തവൻ പെണ്ണിന്റെ മുഖത്തേക്ക് തലയിണയിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നുകളഞ്ഞു. കാതിലും കയ്യിലും കാലിലും കിടന്ന പാദസരങ്ങളും സ്വർണ്ണനാടെല്ലാം എടുത്ത് ആ രാത്രിക്ക് തന്നെ, സുബഹിക്ക് തന്നെ ഇവൻ സ്ഥലം കാലിയാക്കി മലപ്പുറത്തേക്ക് തിരിച്ചു പോകുന്നു. ഇതിപ്പോ നടന്നിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. 3 കൊല്ലം. 2013 ലാസ്റ്റ്. അവസാനം എന്തുണ്ടായി? രാവിലെ 9 മണിയായപ്പോഴും ഇദ്ദേഹം ജോലിയൊക്കെ കഴിഞ്ഞു, കൂലിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു, ടൗൺ പരിസരത്ത് കൂലിപ്പണിയൊക്കെ എടുത്തു. അദ്ദേഹം വീട്ടിൽ വന്ന് നോക്കി. സാധാരണഗതിയിൽ ഇവിടെ ഇറങ്ങുന്ന തുടി അലക്കുന്ന ടൈമാണത്. അവിടെ എങ്ങും കാണുന്നില്ല. അല്പനേരം കഴിഞ്ഞ് ഉച്ചയായിട്ടും ദർശിക്കാത്ത ഉറക്കമായിരിക്കും എന്ന് കരുതി. എന്നാലും അദ്ദേഹം ഒന്ന് നോക്കിയപ്പോഴത്തേക്കും, അകത്തോട്ട് നേറി നോക്കുമ്പോഴത്തേക്കും തുണി ഒന്നും ശരീരത്തിലില്ലാതെ, ഒരു വസ്ത്രം പോലും ഇല്ലാതെ
ശ്വാസം മുട്ടിച്ച് കൊന്ന അവസ്ഥയിൽ കണ്ടിരിക്കുകയാണ്. നിലവിളിച്ചു, എല്ലാവരും വന്നു, പോലീസ് എത്തി. ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് മൂപ്പരെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടത്. കാരണം ഈ ഭാര്യയുമായിട്ട് 3 വർഷത്തോളമായി ശാരീരിക ബന്ധമില്ല, മാനസികമായി അടുപ്പമില്ല എന്ന അയൽവാസികൾ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹമാണ് കൊന്നത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. അവസാനം അദ്ദേഹം പറഞ്ഞു 10-30 ഇടിയൊക്കെ കൊണ്ട് കൊടുത്തു. 10 ദിവസത്തോളം പാവപ്പെട്ടവൻ ജയിലിൽ കിടന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു ഞാനല്ല എന്ന് വെളിപ്പെടുത്തിയപ്പോൾ പോലീസ് വന്ന് അന്വേഷണം നടത്തിയ സമയത്ത് മൊബൈൽ ഫോൺ ഒരെണ്ണം കിട്ടുകയാണ്. പോയ സമയത്ത് ഈ ചങ്ങായി ഒരു മൊബൈലുമായിട്ട് പോയത്. പക്ഷേ ഇത്തരത്തിലുള്ള പെണ്ണുങ്ങൾക്ക് 4-5 മൊബൈൽ ഉണ്ടാവും, 10-30 സിമ്മും ഉണ്ടാവും. ആ സമയത്ത് ഒറ്റ മൊബൈൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഒരു മൊബൈലിനകത്ത് ഒരു സിം ഇടാം. ഇപ്പം അതല്ലല്ലോ, ഒരു മൊബൈലിനകത്ത് 2-3 സിമ്മൊക്കെ ഇടാം. അങ്ങനത്തെ സിസ്റ്റമായി. അപ്പൊ 2 മൊബൈൽ ഫോൺ ആയിരുന്നു. അതിൽ ഒരു മൊബൈൽ ഫോൺ ആ ചങ്ങായി ഉണ്ട്, ഇതിലായിരിക്കും എന്നെ വിളിക്കാന്ന് കരുതിയിട്ട്. പക്ഷെ എന്തായി, മറ്റേ 2ാമത്തെ മൊബൈൽ ഫോണും വേറെ സിമ്മും, അതിൽ നിന്ന് ഇവനൊരു കോള് പോയിട്ടുണ്ട്. അതിൽ നിന്ന് പിടിച്ചു, ആളെ കൊണ്ടുവന്നു. ഇപ്പോഴും ആ കേസ് ഇപ്പോഴും നിലവിൽ നടക്കുക. അവനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ളതാകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായതിന്റെ തുടക്കം എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു വിഷയം പറയുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ വിഷയം പറയലില്ല. പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയം ഉണ്ടാകുന്നതിന്റെ മർമ്മപ്രധാനമായ പ്രവർത്തനം ഭർത്താക്കന്മാരിലാണ്. അവര് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ വിവാഹം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വലിയ ബാധ്യതയാണ്. അത് കറക്റ്റായിട്ട് പൂർത്തീകരിക്കണം. നല്ല രീതിയിൽ കൊണ്ടുപോയി പറ്റുള്ളൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്നോട് പിണങ്ങിക്കഴിഞ്ഞാൽ, ആ ഭാര്യ നിന്നോട് മോശപ്പെട്ടതാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ ഭാര്യയെ നീ ഉപദേശിക്കണേ. അത് നിനക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് തോന്നുമ്പോ, ഉപദേശം കൊണ്ട് ഭാര്യ റെഡിയായില്ലെങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ആ ഭാര്യയെ വഹ്ജുറൂഹുന്ന ഫിൽ അവളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തെ വിച്ഛേദിക്കണേ. എങ്ങനെ വിച്ഛേദിക്കണം? ഒരേ കിടക്കയിൽ കിടത്തിക്കൊണ്ട് ബന്ധം വേണ്ട എന്ന് പറയണം. റൂമിന് വെളിയിൽ ഇടാൻ പാടില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്. റൂമിന് വെളിയിട്ടാൽ ടാറ്റ ബൈ ബൈ എന്ന് കേൾക്കാം. ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ പോകുന്നു. നിങ്ങൾ വെളിയിൽ ഇറക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കാക്ക, അസ്സലാമു അലൈക്കും, നേരെ പോകും. അതുകൊണ്ട് റൂമിന് വെളിയിലിടണ്ട. തങ്ങള് വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുകയാണ്. ഒരു വാപ്പ അഥവാ പെണ്ണിന്റെ ഉപ്പ തന്റെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ആളിയാരുടെ കൈക്ക് പിടിച്ചുകൊണ്ട് കൊടുക്കുന്നതാകുന്ന ഉപദേശം എന്താണ്? തന്റെ മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ഒരു വാപ്പ കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വാപ്പ നൽകുന്ന നിർദ്ദേശം എന്താ? വാപ്പ നൽകുന്ന ബൈഅത്ത് എന്താ? വാപ്പ നൽകുന്ന കരാർ എന്താ? ഏതെങ്കിലും ഉപ്പമാര് ചിന്തിച്ചിട്ടുണ്ടോ? മക്കളെ വിവാഹം കഴിച്ചയച്ച ഒരുപാട് ആളുകൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാൻ പോകുന്ന സഹോദരങ്ങൾ ഉണ്ടാകും. സാധുക്കളാകുന്ന യുവതികളെ വിവാഹം കഴിപ്പിച്ചു വിട്ടതാകുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ടാകും, സംഘടനകൾ ഉണ്ടാകും. ചിന്തിച്ചു നോക്ക്, ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ ആ പെണ്ണിന്റെ രക്ഷകർത്താവ് ഉപ്പ കൊടുക്കുന്നതാകുന്ന നിർദ്ദേശം എന്താണ്? ആ ചെറുക്കനോട് കൊടുക്കുന്ന ഉപദേശം എന്താ? കൈക്ക് പിടിക്കും, കാതിയാല് കൈക്ക് പിടിക്കും. പിടിച്ചിട്ട് എന്ത് ചെയ്യും? പറഞ്ഞു കൊടുക്കാൻ പറയും പെണ്ണിന്റെ വാപ്പ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. രണ്ടുപേരെ കൊണ്ട് ചെല്ലിച്ചിട്ട് പറയും. നിങ്ങൾ പറഞ്ഞു കൊടുക്കും. വാപ്പാട് പറയാണ്, പെണ്ണിന്റെ വാപ്പായോട് പറഞ്ഞു കൊടുക്കുക. പെണ്ണിന്റെ വാപ്പ ആ ചെറുക്കന്റെ കൈക്ക് പിടിച്ചിട്ട് കൊടുക്കുന്ന ഒരു കരാറ് അറിഞ്ഞിരുന്നുവെങ്കിൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരൊറ്റ ചെറുക്കനും അവന്റെ ഭാര്യ ഉപേക്ഷിക്കൂല. ഇനി അഥവാ ഉപേക്ഷിക്കേണ്ട ഘട്ടം വന്നാൽ മാന്യമായ രീതിയിലല്ലാതെ ഉപേക്ഷിക്കൂല. അതാണ് പറയുന്നത്. വാപ്പ പറയാണ്, അത് കരഞ്ഞുകൊണ്ടല്ലാതെ ഒരു വാപ്പയ്ക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണത്? أزوجك على ما أمر الله تعالى به من إمساك بمعروف أو تسريح بإحسان. തന്റെ പ്രിയപ്പെട്ട മരുമകനാകാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് വാപ്പ കൊടുക്കുന്ന ഉപദേശമാണ്, വാപ്പ കൊടുക്കുന്ന നിർദ്ദേശമാണ്.
ഉസൗവിജുക അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദര, നിന്നിലേക്ക് എന്റെ പ്രിയപ്പെട്ട മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഇന്ന മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത്, എന്റെ മകളാകുന്ന ഫാത്തിമയെ, എന്റെ മകളാകുന്ന ഖദീജയെ, എന്റെ മകളാകുന്ന ആയിഷയെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരുന്നത് അലാമാ അമറല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതിന് പ്രകാരമാണ്. എങ്ങനെയാണ് അല്ലാഹു കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, മിൻ ഇംസാകിൻ ബിമഅറൂഫ്. ഒന്നില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാകുന്ന എന്റെ പ്രിയപ്പെട്ട മകളെ നീ നല്ല രീതിയിൽ പോറ്റി വളർത്തണേ, അവൾക്ക് നീ വസ്ത്രം നൽകണേ, അവർക്ക് നീ പാർപ്പിട സൗകര്യം കൊടുക്കണേ, അവൾക്ക് നീ നല്ല ഭക്ഷണം കൊടുക്കണേ, മാന്യമായ രീതിയിൽ അവളെ നീ പോറ്റി പുലർത്തണേ. എന്റെ വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ കിടക്കാടമില്ലാഞ്ഞിട്ടല്ല, എന്റെ വീട്ടിൽ അവൾക്കുള്ള സ്ഥാനം കുറഞ്ഞു പോയതിന്റെ പേരിലല്ല, എന്റെ വീട്ടിൽ ഒരധിക പറ്റായിട്ടല്ല നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. മറിച്ച് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പ്രായപൂർത്തിയെത്തി, അവൾക്ക് നല്ല ഒരു ഇണ വേണം, നല്ല ഒരു തുണ വേണം. അതിനുവേണ്ടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് പ്രകാരം ഒരു സാലിഹാകുന്ന കുട്ടിയുടെ കൈയാകുന്ന നിന്നിലേക്ക് ഇതാ എന്റെ പ്രിയപ്പെട്ട മകളെ പിടിച്ചേൽപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മകളെ നിന്റെ കൂടെ നിർത്തുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. എന്റെ പ്രിയപ്പെട്ട നീ മടുത്തു കഴിയുമ്പോ എന്റെ പൊന്നുമോളുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നീ മടുത്തു കഴിയുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് 4-5 മക്കളാകും ആ പെണ്ണുമോളെ നീ കൊണ്ടുപോയി കയറിൽ കെട്ടി തൂക്കി കൊല്ലരുതേ, അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയരുതേ, അവളെ കടലിന്റെ തീരത്ത് കൊണ്ടുപോയി കടലിലേക്ക് കഴുത്തിറക്കി മുക്കി കൊല്ലരുതേ, അവളെ മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി കൊക്കയിലേക്ക് നീ വലിച്ചെറിയരുതേ. ആക്സിഡന്റിൽ പെട്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നീ കൊന്നുകളയരുതേ. എന്റെ പ്രിയപ്പെട്ട ചോരയാണ് എന്റെ മകള്, ആ പാവപ്പെട്ട പൊന്നുമോളെ നിനക്ക് പോറ്റാൻ പറ്റാതെ കടന്നു വരുമ്പോ എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ നീ തിരിച്ചു നൽകണേ, തിരിച്ചു നൽകണേ. ഒരു വാപ്പ പറയുന്ന വചനമാണ്. നിക്കാഹിന്റെ സദസ്സിൽ എല്ലാവരും സന്തോഷിച്ചിരിക്കുമ്പോ ഈറനണിഞ്ഞ കണ്ണീരോട് കൂടിയല്ലാതെ ഒരു വാപ്പയ്ക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമോ? താൻ ജീവിച്ചത് പൊന്നുമോൾക്ക് വേണ്ടിയല്ലയോ? അറബ് നാട്ടിൽ മാമലകൾ മുഴുവനും തന്റെ ജീവിതത്തിലേക്ക് കനക കൊട്ടാരമായിട്ട് തരട്ടെ എന്ന് സർവരും വിളിച്ചു ചോദിക്കുമ്പോ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയം കാണിച്ചവനല്ലയോ നീ? നിന്റെ ജീവിതത്തിൽ എത്ര പ്രയാസങ്ങളാണ്, എത്ര നൊമ്പരങ്ങളാണ് ഉണ്ടായി തീർന്നത്, എത്രയെത്ര വിഷമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് 18 കഴിഞ്ഞ പൊന്നുമോളെ പറഞ്ഞേക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്യന്റെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവസാനം ആ പൊന്നുമോള് നല്ല ഒരു ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചിറക്കി വിടുമ്പോ ആ പൊന്നുമോളുടെ ഉപ്പയതാ ആ ചെറുപ്പക്കാരന്റെ കൈക്ക് പിടിച്ചു കൊടുക്കുന്ന ബൈഅത്താണ്. പഠിക്കണേ ചെറുപ്പക്കാരാ, ഉൾക്കൊള്ളണേ ചെറുപ്പക്കാരാ, അർത്ഥമറിയണേ ചെറുപ്പക്കാരാ. വാപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുകയാണ്, പെണ്ണിന്റെ ഉപ്പ നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറയുന്ന വചനമാണ് അലാ മാ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹ് ബിഹിസാൻ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിന്റെ കൂടെ നിൽക്കുമ്പോ നീ മാന്യമായ രീതിയിൽ പോറ്റി വളർത്തണേ. അതല്ല നിനക്ക് മടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കൊണ്ടുപോയി നീ വലിച്ചെറിയരുതേ, ചാക്കിൽ കെട്ടി കൊണ്ടുപോയി വെള്ളത്തിൽ താഴ്ത്തരുതേ. എന്റെ പൊന്നുമോളെ എനിക്ക് തന്നെ തിരിച്ചു തരണേ, ഒരു ജീവച്ഛവമായിട്ടെങ്കിലും ഈ വാപ്പയ്ക്ക് തന്നെ തിരിച്ചു തരണേ എന്ന് വാപ്പയുടെ വചനമെന്ന് ഹബീബായ റസൂലുള്ളാഹി.
ഹദീസാണ് ഈ വാക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്, ഈ രീതിയിലാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. എങ്ങനെ എന്റെ മകളെ നീ വിവാഹം കഴിക്കുന്ന സമയത്ത് അവളുമായിട്ടുള്ള ജീവിതം മാന്യമായിരിക്കും. അതല്ല നിനക്ക് മടുക്കുകയാണെങ്കിൽ കൊണ്ടുപോയി അവളെ കെട്ടിത്താഴ്ത്തരുത്, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പ പറയാം, എനിക്ക് തന്നെ തിരിച്ചു തന്നേക്ക്. നിനക്ക് ഒരുപാട് മക്കളായി അവളിലൂടെ, നീ അവളെ സുഖിച്ചു റാഹത്താക്കി ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്നാലും എന്റെ മോളെ കൊണ്ടുപോയി നീ കൊന്നുകളയല്ലേ, എനിക്ക് തന്നെ തിരിച്ചു തരണം. വാപ്പാടെ വർത്തമാനമാണ്, ഒരു വാപ്പാടെ നൊമ്പരമാണ്. ഇത് മനസ്സിലാക്കണം ചെറുപ്പക്കാര്. ഇവനെല്ലാം അറിയോ? എന്ത് നിനക്കെന്ത്? നേരെ തലയെ തുണി പോലും ഇടൂല, ഒരു തൊപ്പി പോലും മരിക്കൂല. എപ്പോഴും ഉണ്ട് ഒരു ടവല്, കുറെ ഹൈവാന്മാര് ആ ടവൽ ഇങ്ങനെ വെച്ചോട്ട് അതിങ്ങനെ വിട്ട് ഇങ്ങനെ തിരുമുക ചെവിക്കാത്തോട്ട്. നാണമില്ലല്ലോ മുസ്ലിമിന്? ഒരു തൊപ്പി വാങ്ങിച്ചു വെച്ചുകൂടെ നിനക്ക്? നിക്കാഹ് കഴിയുമ്പോ നീ അല്ലാഹു തൂരിക്കള, വിഷയമില്ല, പറ്റൂല. എന്നാലും ഫാഷൻ ഏതോ ഒരു ഹൈവാൻ തുടങ്ങി വെച്ചവനുണ്ട്, ആ തുടങ്ങി വെച്ചവന് നാശം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കാരണം ഈ ടവലിട്ട് ഇങ്ങനെ തിരിക്കുക, എന്നിട്ട് അതിങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് പറന്നുപോയി. ഉണ്ടെ പിന്നെ ഒരു മിനിറ്റ് ഉസ്താദെ കൈ ടവല്, പിന്നെ ഇത് ടവലിട്ട് ഒരു തൊപ്പി എടുത്ത് അവിടെ വെച്ചു. എത്ര മടിയാണ് നമുക്ക് ദീനിനോട് താല്പര്യമില്ല. അതേ സമയത്ത് ഏതെങ്കിലും ഹൈവാന്മാര് കൊണ്ടുവന്ന് താടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ താടി നമ്മൾ കൊണ്ടുവരും. ഗ്രേറ്റ് ഫാദർ, അവന്റെ ഉമ്മുമ്മ കൊണ്ട വലത്ത് എല്ലാവരും ഭയങ്കര താടി.